ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മോറോ ആർക്കിൻ്റെ പാർട്ട് 7 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോവാം. ഈ സമയം വിസ് ഗ്രാൻഡ് പ്രീസ്റ്റിനെ മീറ്റ് ചെയ്യും. വിസ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഗ്രാൻഡ് പ്രീസ്റ്റിന് കാര്യം മനസ്സിലാകും. നീ മീറസിനെ പറ്റിയല്ലേ പറയാൻ പോകുന്നത്? വിസ് പറയും, നമ്മളൊക്കെ ഏഞ്ചൽസ് ആണ്. ഈ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. യൂണിവേഴ്സിൽ നല്ലത് നടന്നാലും മോശം നടന്നാലും അതിൽ ഇടപെടാൻ പാടില്ല. പക്ഷെ മീറസ് അങ്ങനെയല്ല. ഉടനെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, മീറസ് ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. അവൻ ഗാലക്റ്റിക് പെട്രോൾ ഫോഴ്സിൽ കൊടുത്തിട്ടുള്ള വെപ്പൺസ് ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവൻ എവിടെയും അവന്റെ ഏഞ്ചൽ പവർ മുഴുവനായും യൂസ് ചെയ്തിട്ടില്ല എന്ന് ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നു. വിസ് പറയും, അവൻ ഒരു ഏഞ്ചൽ പവറും വെച്ച് ഫൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ ഏഞ്ചൽ പവർ വെച്ച് ഒരു മോർട്ടലിന് ട്രെയിനിങ് ചെയ്യുകയാണ്. അത് നമ്മുടെ നിയമത്തിന് എതിരായിട്ടുള്ളതുമാണ്. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് വിസ് ഇവിടെ നിന്ന് പോകുന്നു. മീറസ് ഒരു ഏഞ്ചൽ ആണെന്ന കാര്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതേ സമയം വെജീറ്റ യാഡ്നറ്റ് എൻഡറുടെ കൂടെ ട്രെയിൻ ചെയ്യുന്നു. വെജീറ്റ അങ്ങനെ ഒരുവിധം തന്റെ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കും. സ്റ്റെബിലൈസ് ചെയ്തതോടെ തന്റെ പവർ ലെവൽ ഇൻക്രീസ് ആയത് വെജീറ്റയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ നിനക്ക് ബേസിക്സ് ഒക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പോഴാണ് വെജീറ്റയ്ക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ തന്നെ ബേസിക്സ് ആണെന്ന്. ഈ സമയം മോറോ വെജീറ്റയുടെ പവർ സെൻസ് ചെയ്യും. നേരത്തെ ഉള്ളതിനേക്കാൾ പവർ ലെവൽ കൂടിയത് മോറോയ്ക്ക് മനസ്സിലാകുന്നു. മോറോ പറയും, എനിക്കും എന്റെ പവർ ലെവൽ കൂട്ടണം. അങ്ങനെ വീണ്ടും പ്ലാനറ്റിന്റെ എനർജി കൺസ്യൂം ചെയ്യും. ഇപ്പോൾ എല്ലാവരും മോറോ, ഗോക്കു, വെജീറ്റ, സീഫൈറ്റേഴ്സ് എല്ലാവരും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ദിവസം ഗോക്കുവും മീറസും ട്രെയിൻ ചെയ്യുമ്പോൾ മീറസ് ഗോക്കുവിന് എഗെയിൻസ്റ്റായി ഏഞ്ചൽ പവർ ഉപയോഗിക്കാൻ പോകുമ്പോഴേക്കും വിസ് അവിടേക്ക് കടന്നു വരുന്നു. രണ്ടുപേരെയും വിസ് ഹൈപ്പർബോളിക് ടൈം ചേമ്പറിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. വിസ് മീറസിനോട് പറയും, ഈ മോർട്ടൽ വേൾഡിൽ നിന്റെ സമയം കഴിഞ്ഞു. നീ എന്റെ കൂടെ വരണം. ഒന്ന്, നീ ഗോക്കുവിന് എഗെയിൻസ്റ്റായി ഏഞ്ചൽ പവർ യൂസ് ചെയ്തു. രണ്ടാമത്, നീ മോറോയുടെ കൂടെ എർത്തിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണെന്ന് വിസ് പറയുന്നു. നമ്മൾ ഏഞ്ചൽസ് ആണ്, യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും പറയുന്നു. അപ്പോൾ മീറസ്, എന്നോട് ക്ഷമിക്കണം ബ്രദർ എന്ന് പറയുന്നു. അപ്പോഴാണ് ഗോക്കുവിന് മീറസ് ആരാണെന്ന് മനസ്സിലാകുന്നത്. മീറസ് ഒരു ഏഞ്ചൽ ആണ്, കൂടാതെ വിസിന്റെ ബ്രദറുമാണ്. വിസും മീറസും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഗോക്കുവിന് ഉടൻ തന്നെ എർത്തിൽ പോകണം. ഒരു വലിയ ഫൈറ്റ് അവിടെ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റിന് വേണ്ടി ജാക്കോ സ്പേസ് പെട്രോൾ മെമ്പേഴ്സിനെയും കൂട്ടി എർത്തിലെത്തുന്നു. ഫൈറ്റേഴ്സ് എല്ലാം ഗാദറായി നിൽക്കുന്നു. അങ്ങനെ അവസാനം മോറോയുടെ സ്പേസ് ഷിപ്പ് എർത്തിൽ എത്തിയ ഉടൻ തന്നെ മോറോയുടെ പ്രിസണേഴ്സ് മുഴുവനും എർത്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം മോറോ എന്തായാലും പ്ലാനറ്റ് മുഴുവൻ നശിപ്പിക്കും. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ അവിടെയുള്ള ട്രഷർ മോഷ്ടിക്കും. അങ്ങനെ സീ ഫൈറ്റേഴ്സും സ്പേസ് പെട്രോളും മെമ്പേഴ്സും കൂടി പ്രിസണേഴ്സുമായി ഫൈറ്റ് ഉണ്ടാകുന്നു. ക്രില്ലൻ ഒരു പ്രിസണറുമായി, മാസ്റ്റർ റോഷി 3 ഗേൾസ് പ്രിസണേഴ്സുമായി, യാംച, ടിയൻ അങ്ങനെ എല്ലാവരും അവരവരുമായിട്ടുള്ള പ്രിസണേഴ്സുമായി ഫൈറ്റ് ചെയ്യുന്നു. ഗോവോണും പിക്കലോയും ആണെങ്കിൽ 7-3യുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. 7-3 ഗോവോൺ, പിക്കലോ രണ്ടുപേരുടെയും പവർ കോപ്പി ചെയ്ത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും പിക്കലോ, ഗോവോൺ രണ്ടുപേരും ചേർന്ന് 7-3യെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ 7-3ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി മോറോയുടെ പവർ യൂസ് ചെയ്യാൻ പോകുമ്പോഴേക്കും ആൻഡ്രോയിഡ് 17 ആൻഡ് 18 വന്ന് ഒരു കിക്ക് കൊടുക്കുന്നു. 7-3ക്ക് എല്ലാവരുടെയും എനർജി അബ്സോർബ് ചെയ്താലും ആൻഡ്രോയിഡ്സിന്റെ എനർജി അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. ഇവർ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം ബുൾമ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞാണ് ഫൈറ്റിൽ രണ്ടുപേരും വന്നത്. ഈ സമയം വെജീറ്റയ്ക്ക് എർത്തിൽ ഫൈറ്റ് നടക്കുന്ന കാര്യം മനസ്സിലാകുന്നു. വെജീറ്റ പറയും, എർത്തിൽ ഫൈറ്റ് സ്റ്റാർട്ടായി, വേഗം തന്നെ എർത്തിലേക്ക് പോകണം എന്ന് പറയുന്നു. ഇതേ സമയം ഗോക്കു സ്പേസ്ഷിപ്പ് എടുത്ത് ഒറ്റയ്ക്ക് എർത്തിലേക്ക് പോവുകയാണ്. കറക്റ്റായി എർത്തിലേക്കുള്ള വഴി ഗോക്കുവിന് അറിയില്ല. കൂടാതെ എർത്തിലുള്ളവരുടെ ആരുടെയും കീ എനർജി സെൻസ് ചെയ്യാനും കഴിയുന്നില്ല. എർത്തിൽ നിന്നും കീ എനർജി സെൻസ് ചെയ്താൽ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കാം. ഈ സമയം ഫൈറ്റിൽ ക്രില്ലൻ ഒരു പ്രിസണേഴ്സിനെ ഡിഫീറ്റ് ചെയ്ത് മാസ്റ്റർ റോഷിയുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. മാസ്റ്റർ റോഷി ഓൾറെഡി 3 ഗേൾസിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് വീക്കായിട്ടാണ് ഉണ്ടാവുക. കൂടാതെ ഓൾറെഡി മാസ്റ്റർ റോഷി ഗേൾസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വീക്കായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ മാസ്റ്റർ റോഷി കണ്ണുപൊത്തി ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ 3 ഗേൾസും ഫ്യൂഷനായി ഒരു ജയന്റ് ലേഡിയായി മാറി. ഈ ജയന്റ് ലേഡിയുടെ മുന്നിൽ മാസ്റ്റർ റോഷിക്കും ക്രില്ലനും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കാണുന്ന മോറോ, ഇനി ഞാൻ ഫൈറ്റിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് എർത്തിലേക്ക് ഇറങ്ങുന്നു. മോറോ പറയും, ഇത്രയും സമയം ഗോക്കുവും വെജീറ്റയ്ക്കും വെയിറ്റ് ചെയ്തു നിന്നു. അതിനാൽ ഈ പ്ലാനറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്ത് നിങ്ങളെയൊക്കെ കൊല്ലും എന്നും പറയുന്നു. ഈ സമയം സഗാൻബു പറയും, എനിക്കൊരു അവസരം താ, ഞാൻ ഇവരെ ഡിഫീറ്റ് ചെയ്യാം. ഗോക്കു വെജീറ്റ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ മോറോയോട് പറയും. ഈ സമയം മോറോ സഗാൻബുവിന് ലൈഫ് എനർജി കൊടുക്കും. ഈ പവർ വെച്ച് സീ ഫൈറ്റേഴ്സുമായി ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയം ക്രില്ലന് മനസ്സിലാവും ഗോക്കു വരേണ്ട സമയമായി.
അവൻ എന്തോ എർത്തിൽ വരുന്നതിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കി ക്രില്ലൻ തന്റെ കീ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഗോകുവിന് ക്രില്ലന്റെ കീ എനർജി സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. ഉടൻ തന്നെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഗോകു എർത്തിലെത്തുന്നു. എർത്തിലെത്തിയ ഉടൻ തന്നെ പ്രിസണേഴ്സിനെ ഓരോരുത്തരായി ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ സഗാൻബുവിനെയും ഡിഫീറ്റ് ചെയ്യും. പക്ഷെ സഗാൻബു പിന്നെയും വന്ന് ഗോകുവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇതിനു കാരണം സഗാൻബു ഓരോ സമയം ഡിഫീറ്റ് ആവുമ്പോഴേക്കും മോറോ പിന്നെയും പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും മോറോയുടെ പവർ താങ്ങാനാകാതെ സഗാൻബു ഡിഫീറ്റ് ആകുന്നു. അങ്ങനെ ഗോകുവും മോറോവും തമ്മിൽ ഫൈറ്റിന് റെഡിയായിരിക്കും. ഗോകു ഈ സമയം അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഫോമിലേക്ക് മാറും. അതായത് മാസ്റ്റേർഡ് ഫോം അല്ല, അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ബേസ് ഫോം. അങ്ങനെ ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു.